നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇന്ന് മണ്ടയിലൊന്ന് തുടയ്ക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും എപ്പോഴും ഞങ്ങൾ രണ്ടുപേരും അകത്തൊക്കെ ഉണ്ടായാൽ രണ്ടുപേരും മണ്ടയിൽ കയറിയിരുന്നുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ എന്നാ പറയുക, പുറത്തോടൊക്കെ ആരെങ്കിലും പോകുന്നവരെയൊക്കെ കണ്ട് കാക്കയും പൂച്ചേനെയൊക്കെ കണ്ട് അവിടെ ഇരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ചൂട് കൂടുമ്പം താഴോട്ട് ഇറങ്ങി വരും കേട്ടോ. അപ്പം തുടയ്ക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം എന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നുമില്ല ഓടി വരുന്നത്. തപ്പ അല്ല വിളിച്ചു നോക്ക്. ആ കുറിക്കകത്ത് ഇതെല്ലാം ഉരുട്ടിച്ചടിച്ചു അല്ലേ. നേരെ വെയിറ്റ് ചെയ്യ്, ഇപ്പം ഇറങ്ങി വരും കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു ദിവസം ഇവർക്കൊക്കെ പേരിടാം, എന്നിട്ട് കൊച്ചു വിളിച്ചാൽ മതി കേട്ടോ. മണ്ടയിൽ തന്നെ അവിടെ ഒന്നും ഇല്ലല്ലോ. അവിടെ ഇല്ല, പിന്നെ എന്നാ ആ ബെസ്റ്റ് പോടാ. നീയൊക്കെ ഇവിടെ ചെളിയാക്കുന്നത് കണ്ട, കുഞ്ഞിക്കാല് പതിപ്പിച്ച് വെക്കുന്നത്. ഇതുപോലെ ചെളിയാക്കുന്നവർ തന്നെ തുടച്ചോണം കേട്ടോ. എന്നെ പറ്റി ആര് ആര് അവിടെ കുണ്ടുമണി. നമുക്ക് അടുത്ത ദിവസം ഒന്ന് ഗ്രില്ല് ചെയ്താലോടാ. ചിക്കൻ മേടിച്ച് ചുട്ടാലോ? ചുട്ടാലോ? ചിക്കൻ മേടിച്ച് ചൂടാ. ചൂടാ സെറ്റാക്കാം കേട്ടോ. നമുക്ക് സെറ്റാക്കാം കേട്ടോ. ഞാൻ പോവാ. ബാ താഴോട്ടിറങ്ങിപ്പാ, പുറത്തുണ്ടോ? ബാ പൊത്തുപ്പാ. തുടക്കലൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ചാപ്പാടുണ്ടാക്കിയേക്കാന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ സ്നാക്സ് പോലെ കഴിക്കും. ഞങ്ങളങ്ങനെ ചായ കൂടി അങ്ങനെ സ്ഥിരം നിർബന്ധമുള്ള ആൾക്കാരല്ല കേട്ടോ. വല്ലപ്പോഴും ചില മൂഡ് ചേഞ്ചൊക്കെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നുള്ളൂ. അത് ചിലപ്പോൾ 4 മണിക്കോ അല്ല രാവിലെ ഒന്നായിരിക്കും, നട്ടുച്ചയ്ക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ അതുകൊണ്ട് അപ്പം ഞങ്ങൾ ഫുഡ് ഐറ്റമാണ് കേട്ടോ ഞങ്ങൾ കഴിക്കുന്നത്. എങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി. അപ്പം ഇറച്ചി പൊടിച്ച് നമ്മൾ ഈ കൊഴുക്കട്ടയ്ക്കകത്ത് ഉണ്ടാക്കില്ലേ, മധുരം ഫില്ല് ചെയ്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇത് പോത്തിറച്ചി വേവിച്ച് പൊടിച്ച് എടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പിന്നെ സവാള പൊടികളൊക്കെ ഇട്ട് നമ്മുടെ അരിമാവിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് ആവിക്ക് വെച്ച് നമ്മൾ എടുക്കണം കേട്ടോ. അപ്പം അതിനിടയ്ക്ക് ചക്കച്ചുളയൊക്കെ തിന്നുകൊണ്ട് എൻ്റെ ബോറടി മാറ്റുന്നത് കേട്ടോ. കാരണം ഏറ്റവും ചിലപ്പോൾ ലോകത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പച്ചച്ചുള തിന്നാൻ ഞാനായിരിക്കും കേട്ടോ. വേവിച്ചതും പഴവും ഒക്കെ മാറ്റി നിർത്തും. അതും കഴിക്കും കേട്ടോ, അതും കഴിക്കില്ല എന്നല്ല. പക്ഷെ പച്ചച്ചുള ഇത്രയും രുചിയായിട്ട് കഴിക്കുന്ന ഒരു വ്യക്തി ഞാനായിരിക്കും കേട്ടോ. സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഞാനിത് കഴിക്കും കേട്ടോ. ടെൻഷൻ മാറ്റാൻ വരെ ഞാൻ ചക്കച്ചുളയുണ്ട മേടിച്ച് കഴിക്കും കേട്ടോ. അത്ര ഇഷ്ടമാണ് എനിക്ക്. ഇത് നിങ്ങളുടെ സ്പൂൺ, ഇത് എൻ്റെ സ്പൂണ്. വാടി നീ വന്നേ. കുട്ടി നീ വന്നേ. വന്നേ. എടുത്തിട്ടാണോ കഴിക്കുന്നത്? ഇങ്ങനെ കഴിച്ചേ. അതിന് പാടി
വന്നേ, വാ വാ വാ, പാടി നീ വന്നേ, ഓടി വന്നേ, അമ്മ പൊന്നു വന്നേ. പാടി ഇപ്പോഴാണ് ഇഷ്ടമായത്. ഇതെന്തെങ്കിലും വെച്ചേക്കണേ മനസ്സിലായി. അവനെന്നിട്ട് കഴിച്ച് വയറ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങ് നീങ്ങിക്കിടന്നു കേട്ടോ. പക്ഷെ അവളെ കഴിപ്പിക്കാനാട്ടോ പാട് ശരിക്കും. അത് കഴിഞ്ഞപ്പോൾ അവന് വിളിച്ച് അവനെ കൊടുക്കും കേട്ടോ ലാസ്റ്റ്. അന്നേരം അവൻ്റെ ഭാവം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്നാ രണ്ടാനമ്മയ്ക്ക് ജനിച്ചതാണോ, അല്ലെങ്കിൽ എനിക്ക് എന്നെ കാല് പിടിച്ച് തന്നാൽ എന്നുള്ള രീതിയിലാണ്. കാരണം ഞാൻ അവളെ നിർബന്ധിച്ച് കഴിപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അവൾ ആദ്യം വരാനൊന്നും കൂട്ടാക്കില്ലായിരുന്നു കേട്ടോ. അവൾക്ക് ഭയങ്കര എന്നാ പറയുക സെലക്റ്റീവ് മൈൻഡാണ്, മനസ്സിലായോ. അപ്പോൾ ലാസ്റ്റായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവൾക്കൊരു പാത്രത്തിൽ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ അവൻ്റെ വയറ് നിറഞ്ഞായിരുന്നു കേട്ടോ. വെച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ പുറത്തെന്തെങ്കിലും ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അന്നേരം ചെവി ഓർക്കും കേട്ടോ. എന്താ എൻ്റെ വീതം മേടിക്കാൻ ആരെങ്കിലും വരുന്നതാണോ, ഇനി ഇത് കൊടുക്കേണ്ട വരുമോ എന്നുള്ള രീതിയിൽ അവളുടെ നോട്ടം കേട്ടോ. പിന്നെ ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. അപ്പം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ കേട്ടോ. പിന്നെ അവർക്കൊരു രസത്തിന് വേണ്ടി അവർക്കും ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ.